മലപ്പുറത്ത് ദേശീയപാത തകർന്നത് അവസാനത്തേതാണെന്ന് പറയാനാകില്ല. ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ പലയിടത്തും അപകടങ്ങൾ ഉണ്ടായേക്കാം. ഇതുപോലെ തിരുവനന്തപുരത്ത് മംഗലപുരത്തിന് സമീപം കാരിക്കുഴി എന്ന് പറയുന്ന സ്ഥലമാണിത്. ദേശീയപാത കടന്നു പോകുന്ന സ്ഥലം. അവിടെ യാതൊരു മാനദണ്ഡവും പാലിക്കാതെയുള്ള കുന്നിടിച്ചിലാണ് കാണുന്നത്. പലയിടത്തും മണ്ണിടിഞ്ഞു വീണതിന്റെ കാഴ്ചകളും ഈ കുന്നിനോട് ചേർന്ന് തന്നെ ഉണ്ട്. 20 മീറ്റർ ഉയരം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്രയധികം ഉയരത്തിൽ മണ്ണിടിക്കുമ്പോൾ മേളിൽ കുറച്ച് അങ്ങോട്ടേക്ക് തള്ളിയും താഴെ റോഡിനോട് ചേർന്ന ഭാഗത്ത് കുറച്ച് ഇങ്ങോട്ടേക്ക് തള്ളിയുമാണ് ഈ കുന്ന് ഇടിക്കേണ്ടത്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. പലപ്പോഴും ഈ താഴെ ഭാഗത്ത് യാതൊരു ശാസ്ത്രീയ പരിഗണനയും ഇല്ലാതെയാണ് ഈ കുന്നിടിച്ചിരിക്കുന്നത്. വലിയ അപകടം ഒരുപക്ഷെ ഉണ്ടായേക്കാം. വരുന്നത് മഴക്കാലമാണ്. ഒരു സ്ഥലത്തും മാനദണ്ഡമനുസരിച്ചുള്ള ഒരു നടപടിയും സ്വീകരിച്ചുകൊണ്ടല്ല കുന്നിടിക്കുന്നത്. ഒരു ചെറിയ ചാറ്റൽ മഴ തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ കുന്ന് ഇടിഞ്ഞ ഒരു പ്രതിഭാസമുണ്ട്. ഇതിന്റെ മുകളിൽ ആൾ താമസമുള്ള ഒരു കുന്നാണിത്. ഇവിടെ അതുപോലെ തന്നെ മതിൽ കെട്ടിയിട്ടുണ്ട്. നല്ല ഒരു മഴ പെയ്താൽ ഇത് അപ്പാടെ ഇടിഞ്ഞ് വീഴുമെന്നുള്ള കാര്യത്തിൽ ദൃക്സാക്ഷികൾക്ക് തന്നെ കണ്ടാൽ അത് മനസ്സിലാക്കും. ഇതൊക്കെ ഓടുന്ന വണ്ടിക്കാരെ പറഞ്ഞു വിടും. അവർക്ക് എന്താ റോഡ് പണി കഴിഞ്ഞിട്ട് പോകും. ഇതൊക്കെ ഒരു സുരക്ഷയില്ല. ഇത് ചോദിക്കാനും പറയാൻ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഈ കാണുന്ന മതിലിനോട് ചേർന്നാണ് ആ സ്വകാര്യ ഭൂമി ഉള്ളത്. ആ ഭൂമിയോട് ചേർന്ന് എത്രയധികം മണ്ണെടുക്കാമോ ആ രീതിയിൽ എല്ലാം തന്നെ മണ്ണെടുത്തിട്ടുണ്ട്. മഴ കനക്കുന്നതിന് മുമ്പ് സംരക്ഷണ ഭിത്തി കെട്ടി ഇവിടം സുരക്ഷിതമാക്കിയില്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടായേക്കാം. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.